ലസാനിയാണ്. വാവ്, ലസാനിയ. അത് എപ്പോഴാണ് ഞാൻ അവസാനമായിട്ട് കഴിച്ചത്? അതൊന്നും ഓർമ്മയില്ലല്ലോ. ഇപ്പൊ വേഗം പോയി ലസാനിയ കഴിക്കാം. ഓ, പേടിക്കണ്ട. നിനക്ക് കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിച്ചോളാം. ഇങ്ങനെ ചെയ്ത ലസാനിയ വീഴും. ഞാൻ പിടിച്ചോളാം. നിനക്കാണോ കിട്ടിയത്? ഞാൻ വിചാരിച്ചു ഇത് നിന്റെ ഡിസൈൻ ആണെന്ന്. നിന്റെ ദേഹത്ത് ഈ സോസും ചീസും ഒക്കെ വീണപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. സോറി ഗാർഫീൽഡ്, നിന്റെ കളിപ്പാട്ടം ഞാൻ ചീത്തയാക്കി. പൂഗി ഒരു കളിപ്പാട്ടം അല്ല. പൂഗി എന്റെ ഒരു നല്ല സുഹൃത്താണ്. അവന്റെ ദേഹത്ത് കുറച്ച് സോസ് വീണെന്നല്ലേ ഉള്ളൂ. അപ്പോഴേ നീയല്ലേ ചീത്തയാക്കിയത്. അതുകൊണ്ട് നീ തന്നെ കഴിയും. ഓ, അവൻ പഴയതുപോലെ ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവണം. പറഞ്ഞേക്കാം. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം കഴിഞ്ഞല്ലോ. ഇതാ പിടിച്ചോളൂ. ഇതിനെ നീ എന്താ ചെയ്തത്? ഇതിനെ ഇപ്പൊ കണ്ട ഒരു വൃത്തികെട്ട മുള്ളം പന്നിയെ പോലുണ്ട്. ഒന്ന് ക്ഷമി ഗാർഫീൽഡ്, രാത്രി മുഴുവൻ ഉണക്കാട്ട അവ ശരിയാവും. നാളെ കാലത്ത് ഇവൻ പഴയതുപോലെ ആയിത്തീരും. നാളെ രാവിലെയോ? നീ ഒരു വലിയ പൂച്ചയല്ലേ ഗാർഫീൽഡ്. ഈ കളിപ്പാട്ടില്ലാതെ ഉറങ്ങിക്കൂടെ നിനക്ക്? പോട്ടെ. അത് നേരാ. പൂക്കില്ലാതെ ഒരു രാത്രി ഞാൻ ഉറങ്ങണം. ഇവിടെ ഇരുന്നാൽ അവന് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. പൂക്കി. ഓ, അത് നേരാണല്ലോ. അവൻ ഇന്നലെ കുളിച്ചു. അവനെ ഉണങ്ങാനായിട്ട് തൂക്കിയിട്ടിരിക്കുക. കുഴപ്പമില്ലായിരിക്കും. അല്ല, ഞാൻ എന്തിനാ ഈ പേടിക്കുന്നേ? അവന് ഒരു കുഴപ്പമില്ല. വാ ഓടി, നമുക്ക് പോയി പൂക്കിയെ വിളിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്താ ഇത്? പൂക്കിയെ കാണുന്നില്ലല്ലോ. അവൻ എവിടെ പോയി? പൂക്കി, നീ എവിടെയാണ്? പേടിക്കണ്ട പൂക്കി, ഞാൻ നിന്നെ കണ്ടുപിടിച്ചോളാം. പൂക്കി ഇതിനകത്തും ഇല്ലല്ലോ. ഇവിടെയും പൂക്കിയെ കാണുന്നില്ല. പൂക്കി ഒരിടത്തും കാണുന്നില്ല. പൂക്കിയെ കാണാതായതിൽ എനിക്ക് സങ്കടമുണ്ട് ഗാർഫീൽഡ്. നീ മാപ്പ് ചോദിക്കണം. അവനെ കാണാതായപ്പോ ഞാനൊരു കാര്യം ചെയ്തു. നിനക്കൊരു പുതിയ കളിക്കൂട്ടുകാരനെ കൊണ്ടുവന്നു. നിനക്ക് തീർച്ചയായും ഇഷ്ടാവും. അതിനത്ര വലിയ ഭംഗിയൊന്നുമില്ല. ഇത് നിനക്ക് ഇഷ്ടാവില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വേറൊരെണ്ണം കൂടി വാങ്ങിക്കൊണ്ടുവന്നത്. ഇതിന്റെ വയറ്റത്ത് എന്താ തുന്നി കെട്ടി വെച്ചേക്കുന്നേ? അപ്പൊ ഇതോ ലേറ്റസ്റ്റ് മോഡലാണത്. 21-ാം നൂറ്റാണ്ടിലെ ടെഡി ബെയർ. ഏറ്റവും പുതിയ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണത്. എന്റെ പൂക്കിയുടെ ഭംഗിയൊന്നും ഇതിനില്ല. ഇതിനെ കൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും സംസാരിപ്പിക്കാം. ഈ മൈക്രോഫോൺ ഉപയോഗിച്ച്. ഹലോ ഗാർഫീൽഡ്, എനിക്ക് നിന്റെ സുഹൃത്താവണം. ഇത് കൂടാതെ വേറെ പല കാര്യങ്ങളും ഇത് വെച്ച് ചെയ്യാം. ഇതിൽ ഒന്നമർത്തിയാൽ എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. എന്നാലും പൂക്കിയുടെ അത്രയും ഭംഗിയൊന്നുമില്ല. ഇനി ഈ സ്വിച്ച് അമർത്തിയാ എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ.
ഓഫ് എന്നുള്ള ബട്ടൺ ഒന്ന് ഞെക്കിയാലോ? എന്നെ വിട്, എന്നെ വിട്. എന്തായി കാണിക്കുന്നത്? ഇതിനി നിർത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏത് ബട്ടണാ ഞെക്കണ്ടേ? വേണ്ട വേണ്ട, ഇതൊന്നും വേണ്ട. എന്നെ കെട്ടിപ്പിടിച്ചാൽ മാത്രം മതി. ഒരു ബട്ടൺ മാത്രമൊന്നുമില്ലല്ലോ. ഇതിലിതാ സ്റ്റോപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ബട്ടണാണ് ഇത്. പൂക്കി എന്നോട് ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്റെ നടു. നീ തിരിച്ചു വന്നോ? അല്ലെങ്കിൽ എന്റെ സമയം ഇത്തിരി മോശം. എന്താ നീ പറഞ്ഞേ? നീ പൂക്കിയെ കണ്ടുപിടിച്ചെന്നോ? പിന്നെ എന്തിനാ നീ വായി നോക്കി നിൽക്കുന്നത്? എന്നെ അങ്ങോട്ട് കൊണ്ടുപോ, കൊണ്ടുപോ, കൊണ്ടുപോ. ഇവിടെയാണോ? ശരിയാണല്ലോ, എന്റെ പൂക്കിയാണല്ലോ അവിടെ നിൽക്കുന്നത്. ആ പട്ടി എന്റെ കൂട്ടുകാരനെയാ കൊണ്ടുപോയത്. ഓക്കെ, അവൻ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാ. അവനെ ഞാൻ കൊണ്ടുവരാൻ. അതെ, നിന്റെ അടുത്തുള്ളത് എന്റെ പൂക്കയാണ്. മര്യാദയ്ക്ക് എനിക്ക് അതിനെ തിരിച്ചു തന്നോണം. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് നീ ദൂരെ നിന്നോ. പൂക്കി ഇപ്പൊ എന്റേതാ, എന്റേത് മാത്രം. അവൻ എന്താ വിചാരിച്ച്? അവൻ എന്റെ പൂക്കി എടുത്താൽ ഞാൻ ചുമ്മാതിരിക്കുന്നാണോ? അവൻ എന്റെ തനി സ്വഭാവം അറിയില്ല. ഇതിനാണ് പറയുന്നത് ചൂണ്ടയിട്ട് പൂക്കിയെ പിടിക്കുന്നതെന്ന്. കൊളുത്തിയും തോന്നുന്നു. ഇനി വലിച്ചാ മാത്രം മതി. എന്ത് പറ്റി? പൂക്കിക്ക് ഇത്തിരി വെയിറ്റ് കൂടിയ പോലെ ഉണ്ടല്ലോ. ഇവിടെ വന്നേ പൂക്കി. ഹലോ. ചെറിയ പെറുക്കൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ശരി, വേറെ വല്ലതും ഒന്ന് ശ്രമിച്ചാലോ? പഴയതുപോലെ ചെടിയുടെ ഇടയ്ക്ക് കയറി പറ്റിക്കാം. അല്ല, ചെടികളെയൊക്കെ നോക്കാൻ എത്ര കാശാ തരുന്നേ? മതി, എന്നെ കൊണ്ട് ഇനി ഒന്നും ശ്രമിക്കാൻ പറ്റില്ല. പൂക്കി എങ്ങനെയാ തിരിച്ചു കൊണ്ടുവരണ്ടെന്ന് ആലോചിക്കട്ടെ. പഴയ ഒരു ഡ്രസ്സ് കൊണ്ടുവരേണ്ടി വരും. എവിടെയാണ് എന്റെ കുഞ്ഞ്? എവിടെയാണ് എവിടെയാണ് എന്റെ കുഞ്ഞ് പൂക്കി? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ആരുടെ കയ്യിലായിരിക്കും അവൻ? നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ പൂക്കി. നീ ഈ വൃത്തികെട്ട പട്ടിയുടെ കൂടെ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്തുകൂടെ? ഇല്ല ഇല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ. തീർച്ചയായും ഞാനാണ് പൂക്കിയുടെ അമ്മ. ഞങ്ങളുടെ മുഖം കണ്ടാൽ നിനക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് ഇവിടുന്ന് ഏതായാലും ഇപ്രാവശ്യം രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം പട്ടിക്ക് അത്ര ബുദ്ധിയൊന്നും ഇല്ല. നീ എന്റെ കൂടെ വന്നാൽ നിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം. എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ മകനാന്നുള്ള വിവരം എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു കൂട്ടുകാരനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എനിക്ക് കൂട്ടുകാരില്ല. ഞാൻ എല്ലാവരെയും പേടിപ്പിക്കുന്ന, എല്ലാവർക്കും പേടിയുള്ള അപകടം പിടിച്ച പട്ടിയാണല്ലോ. അത് തന്നെയാ പ്രശ്നം. ഞാൻ എല്ലാവരെയും പേടിപ്പിച്ച് ഓടിച്ചു വിടും. നീ പോയിക്കോ പൂക്കി. കുറച്ചു നേരം നിന്റെ കൂടെ ചെലവഴിച്ചതിൽ സന്തോഷമുണ്ട്. നിന്നെ ഞാൻ മോഷ്ടിച്ചതായാലും.
നീയും അത് കേട്ടു അല്ലേ? ഫ്രണ്ട്സ് ഇല്ലാത്തത് ഭയങ്കര സങ്കടമാ. എന്നാൽ നമുക്ക് അവന് വേണ്ടി ഒരു ഫ്രണ്ടിനെ അന്വേഷിച്ചാലോ? അതെ, നീ കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്ക് ഇതുവരെ ആരോടും അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇതുവരെ എനിക്കൊരു കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് 3 കൂട്ടുകാരെ കിട്ടി. ഇതേതായാലും നല്ല ഭംഗിയായി നടന്നു. ബുദ്ധിയില്ലാത്ത മൃഗത്തിന്റെ കൂടെ ആർക്കെങ്കിലും ഇങ്ങനെ സമയം ചെലവഴിക്കാൻ പറ്റുമോ? നമ്മൾ രണ്ടുപേരും കൂട്ടുകാരല്ലേ? വാ പോക്കി, ജോൺ ഉച്ചയൂണ് ഉണ്ടാക്കി കാണും. നമുക്ക് പോയി നോക്കാം. നിനക്ക് നിന്റെ ആഹാരം വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം.